എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഓൺലി ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ വെക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പവും മുട്ടക്കറിയുമാണ് നമ്മൾ വെക്കണത്. മുട്ടക്കറി ഇന്ന് തേങ്ങ അരച്ചോ തേങ്ങാപ്പാൽ ഒഴിച്ചോ വെക്കണില്ല, കാരണം തേങ്ങയില്ല, തേങ്ങ തീർന്നു പോയി. അപ്പം അതുകൊണ്ടിട്ട് നമ്മൾ വിചാരിച്ചു അതൊന്നും വേണ്ട, തക്കാളി മാത്രം ഇട്ടാൽ മതി. പക്ഷേ വെരി ടേസ്റ്റി ആയിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ തേങ്ങാപ്പാൽ ഒഴിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഒഴിക്കുള്ളൂ കേട്ടോ, അല്ലാതെ നമ്മൾ കണ്ടമാനമൊന്നും ഒഴിക്കില്ല. കുറച്ചൊരു സ്പൂൺ അത്ര ഒഴിക്കുള്ളൂ കേട്ടോ. അതിൽ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ മുട്ടക്കറിയുടെ രഹസ്യം. അപ്പം ഇന്ന് നമ്മൾ ചുമ്മാ നമ്മൾ വെക്കണ ഒരു വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. വലിയ അതായത് നമ്മൾ വെക്കണ രീതി ഇപ്പം ഞാൻ കഴിഞ്ഞോണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, എങ്കിലും ഞാനൊന്ന് പറഞ്ഞേക്കാം. അപ്പം ഇന്ന് നമ്മൾ മുട്ടക്കറി വെക്കാനായിട്ട് എന്തൊക്കെയാണ്: സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില, ഇതൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ഇട്ട് ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം തക്കാളി ഇടുന്നു. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി വഴറ്റി തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിക്കും. അപ്പോൾ വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ച് ഒന്നൊരു നല്ല പാകമായിട്ട് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്: നമ്മുടെ മുട്ട ഞാൻ ലാസ്റ്റ് ചേർക്കുള്ളൂ. ഇവിടെ അങ്ങനെ മുട്ട ചാറിലിട്ട് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമല്ല. പിന്നെ ഞാൻ അറിയാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് പോവും, അതാണ് എൻ്റെ ഒരു രീതി. ചേട്ടനൊക്കെ ആണെങ്കിൽ മുട്ട പുഴുങ്ങിയത് വേറെ സെപ്പറേറ്റ് ഞാൻ മാറ്റി വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇടിയപ്പം കുഴക്കലാണ് കേട്ടോ. വലിയ മെനക്കേട് പണിയാണ് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ഒരു പണി തന്നെയാണ്. കാരണം ഇത് ഈ ചൂടോടുകൂടി കുഴയ്ക്കുകയും വേണം. കുഴച്ച് കഴിഞ്ഞിട്ട് ഈ സാധനത്തിലിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കണം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല കേട്ടോ, ഭയങ്കര മെനക്കേടാണ്. പിന്നെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, ടേസ്റ്റ് ഉണ്ടാവും, അതൊക്കെ വേറെ കാര്യം. ഞാനതുകൊണ്ട് പരമാവധി ഇവിടെ ഇടിയപ്പം ഉണ്ടാക്കൽ കുറവാണ്. വല്ല കാലത്തൊക്കെ ഉണ്ടാക്കുള്ളൂ, അതായത് മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. മിക്കപ്പോഴും ഇവിടെ ദോശ വിത്ത് ഇഡ്ഡലി അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. അതാകുമ്പോൾ എളുപ്പപ്പണിയാണല്ലോ. പിന്നെ വെള്ളയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ മുട്ട സ്റ്റ്യൂ വെക്കാറുണ്ട് കേട്ടോ ഇടയ്ക്ക്. അത് നമ്മൾ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചിട്ട് മസാലയൊക്കെ ഇട്ടിട്ടുള്ള സ്റ്റ്യൂ ഉണ്ടല്ലോ, നമ്മൾ ബീഫിൻ്റെ സ്റ്റ്യൂ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മുട്ടയുടെ സ്റ്റ്യൂ ഉണ്ടാക്കും. അപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് വേണ്ടി വരും. അതുകൊണ്ടിട്ട് രാവിലെയൊക്കെ ഈ നേരത്തെയൊക്കെ പോണ ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ പിഴിഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് അതൊന്നും ഉണ്ടാക്കാത്തത്. എനിക്ക് ഈ കറീനേക്കാളും ഇഷ്ടം അതാ, സ്റ്റ്യൂ കൂട്ടി തിന്നണതാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതിനി നമ്മുടെ തട്ടിൽ നിന്നൊന്ന് മാറ്റി വെക്കണം. ചൂടോടുകൂടി മാറ്റുമ്പോൾ ചിലപ്പോൾ കയ്യിലുമ്മ കയറി പിടിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാൻ വെക്കും. ഞാൻ ഈ തട്ടിൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒരിത്തിരി എണ്ണ വരട്ടിയതിന് ശേഷം തേങ്ങ ഇടും കേട്ടോ. അപ്പം ഈ തട്ടിൽ പിടിക്കാതെ ഇങ്ങനെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ തട്ടിൻ്റെ അടിയിലൊക്കെ പിടിച്ചാലോ, അതുകൊണ്ടിട്ട്. അപ്പോൾ എനിക്ക് വേറെ നേരത്തെയൊക്കെ വാഴയിലൊക്കെ വെച്ച്, അതായത് വാഴയിലൊക്കെ വെച്ചിട്ട് ചെറിയ പീസാക്കി വാഴയില പീസാക്കും, അതിൽ ഇടിയപ്പം ഉണ്ടാക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അത് ഓർക്കുമ്പോൾ തന്നെ വായിലൊക്കെ കപ്പലോടിക്കുക. കാരണം ആ വാഴയിലയുടെ രുചിയും പിന്നെ ഈ ഇടിയപ്പത്തിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇപ്പോൾ വാഴയില മുറിക്കാനുള്ള നേരം ഇല്ലായ്മ കൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ അതൊന്നും എടുക്കാത്തത്. അപ്പോൾ നമ്മുടെ മുട്ട പുഴുങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇഡ്ഡലി ചെമ്പിൻ്റെ അടിയിലിട്ട് തന്നെയാണ് കേട്ടോ പുഴുങ്ങണത്. കുക്കറിലല്ല ഇന്ന് വെച്ചത്, കാരണം എല്ലാം കൂടി വേസ്റ്റാകാം. അതായത് ഗ്യാസിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയല്ലേ, അപ്പോൾ ഗ്യാസ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ ആ ഇഡ്ഡലി ചെമ്പിൽ എന്തായാലും
ഇടിയപ്പം വേവിക്കും. അപ്പം അതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് തന്നെ മുട്ട പുഴുങ്ങി വരുമല്ലോ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലർക്കൊന്നും അത് അത്ര ഇഷ്ടാവില്ല. എന്ന് കാരണം മുട്ട കഴുകിയിട്ടൊക്കെ ഉണ്ട് നമ്മൾ അതിലിടണത്. പിന്നെ ഇപ്പോഴത്തെ കാലത്തൊക്കെയാണ് അങ്ങനെയൊക്കെ ഇഷ്ടമില്ലായ്മ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ കഞ്ഞിയുടെ ഉള്ളിൽ, അതായത് ചോറ് വേവിക്കണതിൻ്റെ ഉള്ളിലിട്ട് മുട്ട പുഴുങ്ങി കഴിക്കും. പക്ഷെ അതെനിക്കിഷ്ടമല്ല കേട്ടോ. മുട്ട ചോറിൽ പുഴുങ്ങി കഴിക്കണതൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ വന്നിടക്കൊക്കെ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കതിനോടൊരു ഇഷ്ടക്കേടാണ്. അപ്പോൾ ഞാൻ ചോറിലിടാതെ ഇങ്ങനെ ഇഡ്ഡലി ചെമ്പിൻ്റെ അടിയിൽ അതിൻ്റെ ആവിയല്ലേ കൊള്ളുള്ളൂ. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തരിക, സബ്സ്ക്രൈബ് തരിക.